പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ജൂലൈ മാസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ മാസമാണ്. നമ്മളിപ്പോൾ ദുഃഖറാന തിരുനാൾ, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ സമുചിതമായി നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു, കൊണ്ടാടി, ആഘോഷിച്ചു, മാധ്യസ്ഥം തേടി. വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന മാസമാണ്. കഴിഞ്ഞില്ല, സഭയിൽ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരിഹാര പ്രാർത്ഥന, പൈശാചിക പീഡകങ്ങൾ വലിയ ഒരു വിജയം നമുക്ക് നൽകുന്നത് വിശുദ്ധ ബെനഡിക്ട് പിതാവിൻ്റെ തിരുനാൾ ഈ മാസമാണ്. കഴിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതരത്തിലുള്ള പ്രത്യേകമായി സഭ ചില പ്രതിസന്ധികളോടെ പോയ കാലഘട്ടത്തിൽ കർത്താവ് ദൈവത്തിന് ജനത്തെ പ്രത്യേക അനുഗ്രഹം നൽകി, വിടുതൽ നൽകിയത് വിശുദ്ധ യാക്കോബ് ശ്ലീഹ വഴിയാണ്. യാക്കോബ് ശ്ലീഹയുടെ പ്രത്യേകമായ തിരുനാൾ ആഘോഷിക്കുന്ന മാസമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഒരുപാട് തിരുനാളുകൾ കഴിഞ്ഞില്ല. അതിനേക്കാൾ എല്ലാം ഉപരി ജൂലൈ മാസം ഈശോയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ പ്രത്യേകമായി ആ കൊണ്ടാടുന്ന ഒരു വണക്കവും ഒരു പ്രാർത്ഥനയൊക്കെ കൊണ്ടുപാടുന്ന പ്രത്യേകമായ തിരുഹൃദയത്തിൻ്റെ മാസം പോലത്തെ ഒരു മാസമാണ്. സഭയുടെ വലിയൊരു നിർദ്ദേശമുള്ളതാണല്ലോ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഈ മാസത്തിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹം ഓർപ്പിക്കുകയാണ്. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഈശോയുടെ തിരുരക്തം കൊണ്ട് എല്ലാ ദിവസവും നമ്മളെ തന്നെ കഴുകി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ടാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ വലിയ വിടുതൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. പാപങ്ങൾ മോചിക്കപ്പെടും, പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. കഴിഞ്ഞില്ല എൻ്റെ സഹോദരങ്ങൾ, രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഒരുപാട് മേഖലകളിൽ ശക്തമായ ഡെലിവറൻസ് ഉണ്ടാകും. ഈശോയുടെ പരിശുദ്ധ രക്തം പ്രത്യേകിച്ച് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് ഞാൻ ഓർക്കാണ്, കേരളത്തിൽ തന്നെ വളരെ ശക്തമായ ഒരു ആത്മീയ നേതൃത്വത്തിലുള്ള ഒരച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. എനിക്ക് അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വന്ന സമയത്ത് യേശുവിൻ്റെ രക്തത്തിന് ഞാൻ എല്ലാ ദിവസവും സമർപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് അതുപോലെ ദൈവിക സംരക്ഷണം, പിശാച് എന്നെ തൊടാൻ പറ്റിയാലെന്ന് അച്ഛൻ ശക്തമായിട്ട് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടത് ഓർക്കാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ മറ്റൊരു പാട്ട് പാടി പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഈ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് കർത്താവ് പെട്ടെന്ന് ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെടാൻ ഈ സമൂഹത്തോട് പ്രത്യേകം ആഗ്രഹിക്കുന്ന അങ്ങനെ തോന്നി. അതുകൊണ്ട് വീണ്ടും പാട്ടൊന്ന് മാറ്റി ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനാമുഖമായിട്ട് നിങ്ങളോട് വചനം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അത് ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വചനം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ബെനിറ്റാമയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സഹിയോൻ്റെ തുടക്ക കാലഘട്ടം മുതൽ എല്ലാ ശുശ്രൂഷകളും ബെനിറ്റാമയുണ്ട്. അപ്പോൾ ബെനിറ്റാ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ 1000 പ്രാവശ്യം ഈ വചനം അതേപോലെ പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അത് ആ വചനം ഒരിക്കലും മറക്കുകയാണ് സിസ്റ്റർ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വചനമാണിത്. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിലും ആ വചനം സ്ക്രീനിലിടും. നിങ്ങൾ ആ വചനം ഞാനും കൂടെ ചേർന്ന് ഒരുമിച്ചൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ? സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനം ഒന്നുകൂടെ വ്യാഖ്യാനിച്ചു തരാം. നിങ്ങളെ വചന സ്ക്രീനിൽ വരുന്ന അതിൽ തന്നെ നോക്കിയിരുന്നു. അതിന് ആദ്യ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈശോയുടെ രക്തം, എന്നിട്ട് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
നമ്മൾ ശുശ്രൂഷിക്കുന്ന ഈശോയെയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുമ്പോൾ, മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ, രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ, ആർക്ക് എന്ത് ഉപകാരം ചെയ്യുമ്പോഴും ചെയ്തു കൊടുക്കുന്ന ഈശോയ്ക്കാണ്. അങ്ങനെ ഈശോയെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സെന്നോ, നമ്മുടെ മനസാക്ഷിയെന്നോ, നമ്മുടെ ആത്മാവെന്നോ, നമ്മുടെ ഹൃദയമെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോ. നമ്മുടെ മനസാക്ഷിയൊക്കെ വെച്ചോ. എന്നിട്ട് പറയാ, നിർജീവ പ്രവർത്തികളിൽ നിന്ന്. നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ നൽകാത്തത്. പാപമായിരിക്കണമെന്നില്ല, പക്ഷെ ജീവൻ നൽകുന്നതല്ല. വ്യർത്ഥ സംഭാഷണം അതൊരു പാപം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു തമാശ, പക്ഷേ അതിനകത്ത് ചില പാപം ഉണ്ടാവില്ല, പക്ഷെ അതൊരു ജീവൻ നൽകുന്നതല്ല. അങ്ങനത്തെയുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ മനസ്സിൽ കയറി കിടക്കുന്നുണ്ടാവും. അതിനെ യേശുവിൻ്റെ രക്തം എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ലേ? സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു കോൺവെന്റിൽ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ചിരുന്നപ്പോൾ ഞാൻ ഓർക്കണം, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ഡെലിവറൻസിന് വേണ്ടി ഈശോയുടെ പരിശുദ്ധ രക്തത്തെക്കുറിച്ചുള്ള ഒരു പാട്ടങ്ങോട്ട് പാടിയ സമയത്ത് ആ ഡെലിവറൻസ് നടക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ തന്നെ കാണാൻ വേണ്ടി പറ്റി. അന്തരീക്ഷത്തിൽ തന്നെ വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പറ്റി. അതുപോലെ ഞാൻ ഓർക്കണം, അതിൻ്റെ ആ പ്രകൃതിയിൽ തന്നെ ചില വ്യത്യാസം ഞാൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അതായത് ഈ തിന്മയുടെ ഒരുപാട് മേഖലകൾ by the power of the holy blood of Jesus, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ വലിയ വിടുതൽ സംഭവിക്കും. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. We have victory over Satan by the power of the holy blood of Jesus. യേശുവിന്റെ തിരുരക്തം. എല്ലാ തരത്തിലുള്ള അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട് പിശാചിന്റെ മേൽ വിജയം നേടി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ക്ലാസ്സിന്റെ സമയം കുറച്ച് കുറഞ്ഞു പോയാലും നല്ലൊരു ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകും. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ വിശ്വസിക്കുക, ഈ പാട്ടിന്റെ സമയത്ത്, ഈ ദൈവാരാധന സമയത്ത്, ഈ സ്തുതിപ്പിന്റെ സമയത്ത്, ഈ ഒരു ഡെലിവറൻസ് പാഠത്തിന്റെ സമയത്ത് അനേക കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങൾ ഈശോയുടെ നാമത്തിൽ ഒഴിഞ്ഞു പോകും. അനേകം കുടുംബങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറി പോകും. അനേകം മേഖലകളിൽ ഇന്ന് വരെ കാണാത്ത ഒരു ഡെലിവറൻസ് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ സംഭവിക്കും. നമുക്ക് ചാടി എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളെല്ലാം വേഗം എഴുന്നേറ്റ് നിൽക്കാം. നമ്മളങ്ങ് പ്രാർത്ഥിക്കുകയാണ്, നല്ലൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുവേ, ഓരോ നല്ല ഉച്ചത്തിൽ അധരം തുറന്ന്, രക്ഷിതാവായ യേശുവേ, അവിടുന്ന് രക്തം ചിന്തി വീണ്ടെടുത്തതാണ് എന്നെ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ ശരീരത്തെ കഴുകണമേ, എന്റെ മനസ്സിനെ കഴുകണമേ, എന്റെ ആത്മാവിനെ കഴുകണമേ, എന്റെ കുടുംബത്തെ കഴുകണമേ, രോഗികളെ സുഖമാക്കണമേ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഓ ദൈവമേ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങളുടെ കെട്ടിട പണിയിന്മേൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അടയാളം പതിച്ച് വേർതിരിച്ചതുപോലെ കർത്താവേ, എന്നെ വേർതിരിക്കണമേ, വിടുതൽ നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ അടിച്ച് കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി. കൈകൾ ഉയർത്തി കൈയടിച്ച് ഞങ്ങളെ പൂർണ്ണമായി തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തത്താലെ
രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, തലമുറകളെ കേടുപോക്കുന്നവനെ, തകർന്നുപോയ കുടുംബങ്ങൾ പണിതുയർത്തുന്നവനെ, തകർന്നുപോയ കുടുംബങ്ങളുടെ നാശാംശങ്ങൾ പണിതുയർത്താൻ അല്ല ചെയ്ത കർത്താവേ, കുടുംബങ്ങളെയും വംശങ്ങളെയും തലമുറകളെയും പാരമ്പര്യങ്ങളെയും ശല്യം ചെയ്യുന്ന ദുരാത്മ പീഡകൾ, പൈശാചിക പീഡകൾ, തലമുറയുള്ള രോഗപീഡകൾ, അനർത്ഥങ്ങൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ, കർത്താവേ, കർത്താവേ, 10-25 വർഷമായിട്ട് തകർന്നു കിടക്കുന്ന കുടുംബങ്ങളും വംശങ്ങളും പാരമ്പര്യങ്ങളും യേശുവിന്റെ രക്തത്താൽ കെട്ടഴിഞ്ഞിപ്പോൾ മുട്ടുകൾ ഭാവിച്ചിട്ട് കുടുംബങ്ങൾ വംശങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിൻ രക്തത്താൽ കഴുകണമേ. കുടുംബങ്ങൾ വംശങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിൻ രക്തത്താൽ കഴുകണമേ. ആധിപത്യ ശക്തികൾ അന്ധകാര പീഡകൾ യേശുവിൻ രക്തത്താൽ തകരട്ടെ. ആധിപത്യ ശക്തികൾ അന്ധകാര പീഡകൾ യേശുവിൻ രക്തത്താൽ തകരട്ടെ. യേശുവിൻ രക്തത്താൽ ഉയർത്തി കൈയടിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോരത്തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോരത്തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി രണ്ട് കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നാളുകളായി വിട്ടുമാറാത്ത രോഗപീഠകൾ, കർത്താവേ, ക്യാൻസർ രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഓട്ടിസം, കർത്താവേ, എന്ന് വേണ്ട പാരമ്പര്യ രോഗപീഠകൾ, പുറത്തുള്ള അലർജി രോഗങ്ങൾ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ കഴുകുന്നു. യേശു രക്തത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, വിട്ടുമാറാത്ത കോപം, ദേഷ്യം, ഇറിറ്റേഷൻ, ഭിന്നത, നിരാശ, ഭയം, പൊട്ടുതെറി, കുടുംബത്തിന്റെ കലഹങ്ങൾ, നാളുകളായിട്ടുള്ള ബന്ധനങ്ങൾ യേശുവിന്റെ രക്തത്താൽ വിട്ടൊഴിഞ്ഞ് നിത്യാന്തിയിൽ വിടുതൽ പ്രാപിക്കട്ടെ. രോഗം, പാപം, ബന്ധനം കൈയടിച്ച് യേശുവിൻ രക്തത്താൽ തകരട്ടെ. രോഗം, പാപം, ബന്ധനമെല്ലാം യേശുവിൻ രക്തത്താൽ തകരട്ടെ. സാത്താന്റെ തന്ത്രങ്ങൾ, അന്ധകാര ശക്തികൾ യേശുവിൻ രക്തത്താൽ തകരട്ടെ. സാത്താന്റെ തന്ത്രങ്ങൾ, അന്ധകാര ശക്തികൾ യേശുവിൻ രക്തത്താൽ തകരട്ടെ. യേശുവിൻ രക്തത്താൽ ഉയർത്തി കൈയടിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോരത്തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോരത്തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കണ്ണുകളെ കഴുകണമേ, കാതുകളെ കഴുകണമേ, മധുരങ്ങളെ കഴുകണമേ, ജ്ഞാനേന്ദ്രിയങ്ങളെ കഴുകണമേ, ശരീരത്തെ കഴുകണമേ, മനുഷ്യനെ കഴുകണമേ, ആത്മാവിനെ കഴുകണമേ, ഭവനങ്ങളെ കഴുകണമേ, വാഹനങ്ങളെ കഴുകണമേ, ജോലി സ്ഥലങ്ങളെ കഴുകണമേ, പറമ്പുള്ള ദേശങ്ങളെല്ലാം കഴുകണമേ. ഹല 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 ഹല. സൗഖ്യം ഭാവിക്കട്ടെ, വിടുതൽ ഭാവിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ ഭാവിക്കട്ടെ, ക്രമം നിറയട്ടെ. ഹല 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 ഹല. സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. നിർജീവ പ്രവർത്തികൾ മാറി നല്ല ജീവന്റെ പ്രവർത്തികൾ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഹല 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 ഹല. യേശു ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന് മുഴുവൻ അവയവങ്ങൾ കഴുകണം. ഞങ്ങളുടെ മനസ്സിനെ കഴുകണമേ. ബോധമനസ്സ്, സുബോധമനസ്സ്, അബോധമനസ്സ് എല്ലാം കഴുകണമേ. ഞങ്ങളുടെ ചിന്തകളെ, ഭാവനകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ ആത്മാവിനെ കഴുകണമേ കർത്താവേ. കളങ്കമില്ലാത്ത ആത്മാവായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കപ്പെടാൻ ദൈവമേ കർത്താവേ, സഭയാകുന്ന മണവാട്ടി ഈശോ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചതുപോലെ വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ, നിർമ്മലമാക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ആവസിക്കാൻ തക്ക വിധം, ഉജ്ജ്വലിക്കാൻ തക്ക വിധം രൂപാന്തരപ്പെട്ടു തന്നെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. സ്വയേ തിരുരത്വത്തിന് വലിയ സംരക്ഷണം നൽകണമേ.
ഇന്നേവരെ കണ്ട അശുദ്ധിയെല്ലാം കണ്ണുകളിൽ നിന്ന് ചിന്തയിൽ നിന്ന് മാഞ്ഞു പോട്ടെ കർത്താവേ. സ്വയാരാധന, സ്വയാരാധന. ഇന്നുവരെ കേൾക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്രത്യക്ഷമാട്ടെ കർത്താവേ. ഒരു പുതിയ തുടക്കമാട്ടെ കർത്താവേ. യേശുവേ ആരാധന, സ്വയാരാധന, സ്വയാരാധന. ഈ എപ്പിസോഡ് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധമ്മ പ്രാർത്ഥിക്കും. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. വലിയ ഒരു വിടുതലും കൃപയും ഈ സമൂഹത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് അനുഭവങ്ങളൊക്കെ നിങ്ങൾ സമയ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അട്ടപ്പാടിയിൽ വന്നോ കുറവിലങ്ങാട് വന്നോ സമയ സാഹചര്യം കിട്ടുമ്പോഴെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വർഗീയമായി പ്രതികാരം ചെയ്യുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ രാജ്യത്തിൻ്റെയും ശിക്ഷാരീതികൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷയായിരിക്കുകയല്ല സൗദി അറേബ്യയിൽ ചെയ്താൽ. സൗദിയിലുള്ള ഒരു ശിക്ഷാരീതി ആയിരിക്കുകയല്ല അമേരിക്കയിലുള്ളത്. അമേരിക്കയിലുള്ളതല്ല മറ്റൊരു രാജ്യത്തുള്ളത്. അതുകൊണ്ട് രാജ്യം മാറുന്നതിനനുസരിച്ച് ശിക്ഷാരീതികളിലും വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ള സഹോദരൻ, ഇതുപോലെ തന്നെ പ്രതികാര ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ദൈവരാജ്യത്തിൻ്റെ ഒരു രീതിയുണ്ട്. ആ ദൈവരാജ്യത്തിൻ്റെ രീതിയിൽ പ്രതികാരം ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ സഭയിലെ മഹാവിശുദ്ധർ ചെയ്തതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളുക എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. നമ്മളെ ആരെങ്കിലും മുറപ്പെടുത്തിയാൽ, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഹിംസയുടെ ചിന്ത അത് ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സഭയിലെ വിശുദ്ധാത്മാക്കൾ ചെയ്തതുപോലെ ആയിരിക്കണം നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ടത്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, വിശുദ്ധ പൗളിനോസ്, ഒരു പക്ഷേ കുറച്ച് പേർക്കൊക്കെ പരിചയം കുറവുള്ള ഒരു വിശുദ്ധിയായിരിക്കും. വിശുദ്ധ പൗളിനോസ് പറയുന്നത് ഇങ്ങനെയാണ്: ശത്രുവിനെ സ്നേഹിക്കുക എന്നത് ഒരു സ്വർഗീയ പ്രതികാരമാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, മറ്റൊരു വിശുദ്ധൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട് അങ്ങനെ പറയാണ്. അതായത് ഒരാളോട് ഒരു ബുദ്ധിമുട്ട് വിഷമം കിടക്കാണ്. അവൾ ആ വ്യക്തിയെ നേരിട്ട് കണ്ടപ്പോൾ പറയാണ്: എനിക്ക് ഒടുങ്ങാത്ത പക, ഒടുങ്ങാത്ത കലി, ഒടുങ്ങാത്ത ദേഷ്യം നിന്നോട് എനിക്കൊരു പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ പ്രതികാരം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യാം. അതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമാണ് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ആർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ സ്വർഗീയമായ പ്രതികാര ചിന്ത എന്ന് പറയുന്നത് ആരാണ് നമ്മളെ വേദനിപ്പിച്ചത് ആ വ്യക്തിയോട് മനസ്സ് തുറന്ന് സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ വ്യക്തമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം, അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിയുമ്പോൾ, ഉപദ്രവിച്ച് കഴിയുമ്പോൾ, നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, തള്ളിക്കളയുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു മനോഭാവം എന്താ? നമുക്ക് പല മനോഭാവം വരാം. അവരുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിക്കാൻ വേണ്ടി തോന്നും, അല്ലേ? അവരെ മാക്സിമം ഉപദ്രവിക്കാൻ വേണ്ടി തോന്നും. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങണം. എൻ്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക? അല്ലേ, ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ എങ്ങനെയാണ് പറ്റുക? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ
ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ലഭിക്കാനിരിക്കുന്ന വലിയ ഒരു പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ, അതാണ് വിശുദ്ധാത്മാക്കളെ കുറിച്ച് പഠിക്കണമെന്ന് പറയാൻ കാരണം. അതായത് ഓരോ ആത്മാവും മരിച്ച് സ്വർഗത്തിൽ എത്തിയതിന് ശേഷം നൽകിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ എത്രമാത്രം ഉപദ്രവം മറ്റുള്ളവർ ചെയ്തോ അതെല്ലാം സ്വർഗത്തിലേക്ക് വലിയ ഉപകാരമായിട്ട് ഭവിച്ചു. അപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, യാതൊരു പരിചയമില്ലാത്ത ഒരാളാണ്, യാതൊരു ബന്ധമില്ല, പക്ഷെ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, ഓടി വന്ന് സഹായിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും അയാളൊരു സ്നേഹം തോന്നരുത്, നന്ദി തോന്നും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വ്യക്തി വലിയ ഉപകാരമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത വരുമ്പോൾ അറിയാതൊരു സ്നേഹം വരും. അതുകൊണ്ടാണ് വിശുദ്ധ അക്കേഷ്യസ് പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. അതിതാണ്, തൻ്റെ സൽപ്പേര് കവർന്നെടുത്ത ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി വിശുദ്ധ അക്കേഷ്യസ് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നതെല്ലാം വിറ്റു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതുപോലെ ഈ വിശുദ്ധന്റെ സൽപ്പേര് മുഴുവൻ അതുപോലെ വേദനിപ്പിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ചെയ്ത കാര്യം എന്താ? ഈ വ്യക്തി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വതീ അക്കേഷ്യസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ സ്വന്തം സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ആ വ്യക്തിയെ സഹായിക്കുക. പറഞ്ഞ ഹല്ലേലൂയ. കാരണം എന്താ അങ്ങനെ സഹായിക്കാൻ കാരണം എന്താ? നമ്മളെ ഒരു ആപത്തിൽ സഹായിച്ച ഒരാൾക്ക് നമ്മൾ പ്രത്യുപകാരം ചെയ്യും. കാരണം പുള്ളി നമ്മളെ സഹായിച്ച ആളാ. അത് നമ്മൾ വീട് വിട്ടിട്ടാണ് സഹായിക്കും. കാരണം നമ്മുടെ അത്ര ഞെരുക്കത്ത് കൂടെ നിന്ന ആളായത്. അതുകൊണ്ട് സത്യത്തിൽ എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് ഇവര് ചെയ്യുന്നത് ഉപദ്രവമാണെന്ന് നമുക്ക് തോന്നും. ഉപദ്രവമല്ല, വലിയ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യുപകാരം ചെയ്യണ്ടേ? ഹല്ലേലൂയ. രണ്ടാമത്തെ സ്റ്റെപ്പ് ബൈബിളിൽ പറയുന്നു. ഒന്ന്, അവരെ സ്നേഹിക്കണം. രണ്ട്, അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അത് വിശുദ്ധ ലൂക്കായുടെ ശേഷം 6-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ബി ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. പറഞ്ഞു ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് വരുന്ന ചിന്ത, ഇപ്പൊ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലേ, പുള്ളി തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ അല്ലേ, പുള്ളി തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ, നമ്മുടെ സഹായം ഇല്ലാതെ എത്ര കാലം പോകും നോക്കട്ടെ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം ഡ്യൂട്ടി മാത്രം ചെയ്യും, മിനിമം ചെയ്യേണ്ട നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ശരിക്കും ഒരു പ്രതികരണം വരിക. അങ്ങനെയല്ല, കൗണ്ട്ലെസ് അതുപോലെ അങ്ങോട്ട് നന്മ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. CNIയിലെ വിശുദ്ധ കാതറിൻ ഇതേപോലെ ഒരു രംഗമാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, വിശുദ്ധ അക്കേഷ്യസിന്റെ കാര്യം പറഞ്ഞതുപോലെ, തനിക്ക് മാനഹാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കിട്ട് 2 തല്ല് തന്നാൽ കുഴപ്പമില്ല, പക്ഷെ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറയരുത്. അപവാദം, പരദൂഷണം, ഇല്ലാത്ത കാര്യം, അതുപോലെ മാനഹാനി വരുത്തി അങ്ങനെ സ്ത്രീ ഉണ്ടായിരുന്നു. എന്നിട്ട് CNIയിലെ വിശുദ്ധ കാതറിൻ അതിന് പ്രതികാരം ചെയ്തതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ആ സ്ത്രീ ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആ സ്ത്രീ നീണ്ട കഠിന നാൾ ഒരുപാട് കഠിനമായ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഒരു പരിചാരികയെ പോലെ ഈ CNIയിലെ വിശുദ്ധ കാതറിൻ പോയി അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ മാർഗം, മൂന്നാമത്തെ കാര്യം, അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ലൂക്കായുടെ വിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. ലൂക്ക 6:28 അതിന് കാണുന്നത്. ആദ്യ വാക്യമാണ്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. റോമ 12:14 കുറച്ചുകൂടെ ക്ലിയർ ആണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുതെന്ന് പറയാൻ കാരണം? അറിയാതെ ശാപവാക്കുകൾ വരും അല്ലേ. ചിലപ്പോൾ അത് കുറച്ച് സ്പിരിച്വലൈസ് ചെയ്തെന്ന് ചിലപ്പോൾ പറയും. കാരണം സ്വർഗത്ത് ചെല്ലുമ്പോൾ കാണാം അല്ലേ. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വർഗത്ത് ചെല്ലുമ്പോൾ അല്ലേ സ്പിരിച്വലൈസ് ആയിട്ട് ഒരു അറ്റാക്ക് കൂടെ കൊടുക്കും. അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് സെൽഫ് ടോക്കുകളും വിധിയുടെ വാക്കുകളും അതേപോലെ നമുക്ക് നേരിട്ട് ചെയ്യാനോ പറയാൻ പറ്റാത്തപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈ ടോക്ക് കേൾക്കുമ്പോൾ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചിന്ത വരും, അവരൊക്കെ നല്ല വിശുദ്ധരായിരുന്നു, എനിക്ക് അത്രയും വലിയ കൃപയും പരിപാടിയൊന്നുമില്ല, നമ്മൾ പാവം, അങ്ങനത്തെ ഒരു ചിന്ത വരും. അതിനെ കുറിച്ച് വിശുദ്ധ അംബ്രോസ് പറയുന്ന കാര്യമുണ്ട്. വിശുദ്ധ അംബ്രോസ് പറയുകയാണ്, നിങ്ങൾ വായിച്ചു നോക്കിയേ, ശക്തി ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവിടെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എത്ര കുട്ടികൾ ശ്രദ്ധിച്ചേ, എത്രയോ പേരാണ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഇതില്ലായിരുന്നു, ശക്തിയില്ലായിരുന്നു, പ്രാർത്ഥിച്ച് നേടിയില്ലേ? ജീവിതത്തിൽ എത്രയോ തവണയാണ് ശക്തി ഇല്ലാത്ത മേഖലകൾ പ്രാർത്ഥിച്ച് ശക്തി നേടിയത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഴിഞ്ഞില്ല. 1, ശത്രുക്കളെ സ്നേഹിക്കണം. 2, അവർക്ക് നന്മ ചെയ്യണം. 3, അവരെ അനുഗ്രഹിക്കണം. കഴിഞ്ഞില്ല. 4-ാമത്തേത് ഇതാണ്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന് 44-ാം തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 6:28b ഭാഗത്ത് വീണ്ടും പഠിപ്പിക്കുകയാണ്, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് കാരണം? അതാണ് പ്രതികാരം. കാരണം പ്രാർത്ഥിച്ചാൽ മാത്രമേ മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ. പ്രാർത്ഥിച്ചാൽ മാത്രമേ മാനസാന്തരം ഉണ്ടാകുള്ളൂ. ഹംഗറിയിലെ രാജ്ഞിയായിരുന്ന വിശുദ്ധ എലിസബത്തിന്റെ ജീവിതത്തിൽ പറയുന്ന രംഗമുണ്ട്. ഹംഗറിയിലെ ഈ രാജ്ഞിയായിരുന്ന എലിസബത്ത്, വിശുദ്ധ എലിസബത്ത് തന്നെ മുറപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് സമയം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നത് വിശുദ്ധ എലിസബത്ത് കേൾക്കുകയാണ്. നിങ്ങളത് വായിച്ചോ. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന മുമ്പൊരിക്കലും നീ ചൊല്ലിയിട്ടില്ല. തത്ഫലമായി ഞാൻ നിന്റെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ചൊല്ലി അതേ പ്രാർത്ഥന, എസ്തപ്പാനോസ് ചൊല്ലി അതേ പ്രാർത്ഥന. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 4 കാര്യങ്ങൾ ഹൃദയത്തിൽ നമുക്ക് പ്രത്യേകം സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ പോരാ, അത് പരിശീലിക്കണം. എല്ലാ ദിവസവും അവസരം കിട്ടും. ഈ 4 കാര്യങ്ങൾ പരിശീലിച്ച് നോക്കിയേ. സ്നേഹിച്ചുകൊണ്ടിരിക്കുക, നന്മ ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ അവർ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമ്മൾ അത്ഭുതങ്ങൾ കാണും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ എല്ലാം സമർപ്പിക്കാം. കേട്ട വചനങ്ങളെല്ലാം മനസ്സിൽ ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞൊരു കാര്യം വിശുദ്ധാത്മാക്കൾ വെളിപ്പെടുത്തുകയാണ്. അവരൊക്കെ വിശുദ്ധരായിരുന്നു, അവർക്കതെല്ലാം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല. അവിടെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. നിനക്ക് പ്രാർത്ഥിച്ചാൽ അതിനുവേണ്ടി ശക്തി ഞാൻ നിനക്ക് തരും. എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് വേണ്ടതെല്ലാം തരും. സമ്പത്ത് കർത്താവിന് തരാൻ പറ്റുമെങ്കിൽ, ആരോഗ്യം കർത്താവിന് തരാൻ പറ്റുമെങ്കിൽ, ജ്ഞാനം തരാൻ കർത്താവിന് കഴിയുമെങ്കിൽ, പിന്നെ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ, കഴിയുമെങ്കിൽ എന്നോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവിന് സന്നിധി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഹൃദയത്തോട് ചേർത്ത് വെച്ചോ തുറന്ന് പിടിച്ചോ എന്നൊക്കെ ഇഷ്ടം പോലെ. കർത്താവ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണം, ഞങ്ങൾ ഉരുക്കി വാർക്കണം. സ്നേഹം ഞങ്ങൾക്ക് തരണം, നന്മ ചെയ്യാനുള്ള ഉത്സാഹം ഞങ്ങൾക്ക് തരണം. അതേപോലെ തന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു കൃപ, അവരെ അനുഗ്രഹിക്കാനൊരു കൃപ ഞങ്ങൾക്ക് നൽകണം. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണം. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറയട്ടെ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ചുരുക്കി ഞങ്ങളെ വാർക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. നന്മ നിറയട്ടെ. നന്മ നിറച്ചു നീ ഉപയോഗിക്കൂ. കൈകൾ ഉയർത്തി. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. പ്രാർത്ഥനാ വരം നിറയട്ടെ. പ്രാർത്ഥനാ വരം നൽകി ഉപയോഗിക്കൂ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ ആരാധന